സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രിയങ്ക ഗാന്ധി. CPM BJP ഡീലുണ്ടെന്ന ആരോപണം പ്രിയങ്ക ഗാന്ധിയും ആവർത്തിച്ചു. LDFും BJPയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന് തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ വ്യക്തമാകുമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പ്രധാനമന്ത്രി കണ്ണടയ്ക്കുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മോദി ഒന്നും മിണ്ടുന്നില്ല. പ്രധാനമന്ത്രിക്കെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ ED, ഇൻകം ടാക്സ്, CBI എന്നിവയുടെയെല്ലാം കേസുകളാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇവയൊന്നുമില്ലെന്ന് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF സർക്കാരിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ വരുന്നതെന്ന് പ്രവർത്തകരോട് പ്രിയങ്ക ചോദിച്ചു. കഴിഞ്ഞ 10 വർഷത്തിൽ ജീവിതത്തിന്റെ നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ എന്ന് പ്രിയങ്ക ഗാന്ധി ചോദിച്ചു. ഇല്ല എന്നായിരുന്നു ജനങ്ങളുടെ ആർപ്പുവിളി. വിലക്കയറ്റം നേരത്തെ ഉള്ളതിനേക്കാൾ രൂക്ഷമായി മാറിയിരിക്കുകയല്ലേ എന്നും അവർ ചോദിച്ചു. അതേ എന്ന് പ്രവർത്തകർ മറുപടി നൽകി. ഇത്തരത്തിൽ തൊഴിലില്ലായ്മയെക്കുറിച്ച് ഉൾപ്പെടെ പ്രിയങ്ക പ്രവർത്തകരോട് ചോദ്യം ഉന്നയിച്ചു. എത്ര പേർക്ക് സംസ്ഥാന സർക്കാരിനെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പ്രിയങ്ക ചോദിച്ചപ്പോഴും വലിയ ആരവമാണ് സദസ്സിൽ നിന്ന് ഉയർന്നത്. അതേസമയം വയനാടിന്റെ MPയായ തനിക്ക് കേരളം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണം കൊണ്ട് ആരുടെ ജീവിതത്തിലും ഗുണകരമായ മാറ്റം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ പ്രിയങ്ക ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് അടുത്തറിയാമെന്നും വ്യക്തമാക്കി. നിങ്ങൾ ഓരോരുത്തരും മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നവരാണ്. കേരളത്തിൽ ഒട്ടേറെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുണ്ട്. കേരളത്തിലെ വിദ്യാസമ്പന്നരായ പല ചെറുപ്പക്കാർക്കും ജോലിയില്ല എന്ന് മനസ്സിലാക്കുന്നു. തൊഴിലുണ്ടെങ്കിൽ തന്നെ അത് സംസ്ഥാനത്തിന് പുറത്താണ്. സംസ്ഥാനത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്ന തൊഴിലവസരങ്ങൾ കുറഞ്ഞു. തൊഴിലില്ലായ്മയിൽ സംസ്ഥാനം റെക്കോർഡിട്ടിരിക്കുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി. കേരളത്തെ കഴിഞ്ഞ 10 വർഷവും ഭരിച്ചത് അഴിമതിയും അത്യാഗ്രഹവുമാണെന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ പ്രവർത്തകർ ഇവിടെ നിന്നാണെന്നിരിക്കലും സംസ്ഥാനത്തെ ആരോഗ്യരംഗം തകർച്ചയിലാണെന്നും പ്രിയങ്ക ഗാന്ധി വിമർശിച്ചു. കേരളം രത്നം പോലെ അമൂല്യമാണെന്ന് വിശേഷിപ്പിച്ച പ്രിയങ്ക ഗാന്ധി സംസ്ഥാനത്തെ മതസൗഹാർദ്ദവും സാമൂഹ്യമായ ഇഴയടപ്പവും മാതൃകയാണെന്ന് പറഞ്ഞു. ലോകത്തെവിടെ പോയാലും ഒരു മലയാളിയെ കാണാൻ ഇടയാകാറുണ്ട്. അതിൽ അഭിമാനവും തോന്നിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു.